ദി എക്സോസിസ്റ്റ്, ദി ഒമൻ പോലുള്ള ഹൊറർ സിനിമകൾക്ക് അലങ്കാരമായി നിൽക്കുന്ന ഒരു പദവിയുണ്ട്. കേഴ്സ്ഡ് മൂവി അഥവാ ശപിക്കപ്പെട്ട സിനിമ. എന്നാൽ പേടിപ്പെടുത്തുന്ന ഒന്നും തന്നെ ഇല്ലാത്ത ഒരു സാധാരണ കഥ, അതും ഒരു പ്രണയ കഥ. അതെങ്ങനെ ശപിക്കപ്പെട്ടതാകും? കഥയായി മാത്രം നിലനിൽക്കുന്ന ആ സിനിമയെ പരിചയപ്പെടാം. കാനഡ, അലാസ്ക, ഗ്രീൻലാൻഡ് എന്നിവിടങ്ങളിലെ ആർട്ടിക് മേഖലകളിൽ വസിക്കുന്നവരെ ഇന്യൂട്ട് എന്ന് വിളിക്കുന്നു. അലാസ്കയിലെ ഒരു ഇന്യൂട്ടാണ് അട്ടുക്. തൻ്റെ ഗ്രാമത്തിലേക്ക് ഒരു ഡോക്യുമെന്ററി എടുക്കാൻ എത്തുന്ന മിഷേൽ റോസുമായി അട്ടുക് ന്യൂയോർക്കിലേക്ക് എത്തുന്നു. ന്യൂയോർക്ക് പോലുള്ള വലിയൊരു നഗരത്തിൽ എത്തുന്ന അട്ടുക്കിനെ കാത്തിരുന്ന വഴിത്തിരിവുകൾ ഏറെയാണ്. കഥയിലെ പ്രധാന വില്ലൻ ശക്തനായ ഒരു റിയൽ എസ്റ്റേറ്റ് മുതലാളിയായ അലക്സാണ്ടർ മക്യുവൻ ആണ്. അട്ടുക്കിന്റെ ഗ്രാമത്തിന് സമീപത്തായി ദി എമറോൾഡ് എന്ന പേരിൽ വലിയൊരു നഗരം കെട്ടിപ്പൊക്കാൻ ഒരുങ്ങുകയാണ് അലക്സാണ്ടർ. ഇതിന്റെ പേരിൽ പരിസ്ഥിതി പ്രവർത്തകരുമായി ചില തർക്കങ്ങളും അയാൾ നേരിടുന്നുണ്ട്. ഇതേ സമയം അലക്സാണ്ടറിന്റെ മകൻ ബിഷപ്പുമായി അട്ടുക് സൗഹൃദം സ്ഥാപിക്കുന്നു. മകന്റെ സുഹൃത്തിനെ തന്റെ വീട്ടിൽ താമസിപ്പിക്കാൻ അലക്സാണ്ടർ തീരുമാനിക്കുന്നു. മിഷേലിനെ തെറ്റിദ്ധരിപ്പിച്ച് അട്ടുക്കിനെ ഉപയോഗിച്ച് അലക്സാണ്ടർ തന്റെ സ്വപ്ന പദ്ധതിക്കായി ഒരു ക്യാമ്പയിൻ തയ്യാറാക്കുന്നു. അട്ടുക്കിനെ മുൻനിർത്തി ഒരു പരസ്യം ചെയ്യാൻ അങ്ങനെ വീണ്ടും അലാസ്കയിലേക്ക് പോകുന്നു. പക്ഷെ അലക്സാണ്ടറിന്റെ ഉദ്ദേശം ശരിയല്ല എന്ന് തിരിച്ചറിഞ്ഞ അട്ടുക് അയാളുടെ പദ്ധതികളെ അംഗീകരിക്കുന്നത് തെറ്റാണ് എന്ന് നിക്ഷേപകരെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. ഇതിനിടയിൽ അടുക്കുന്ന മിഷേലും അട്ടുക്കും ഹവായിലേക്ക് പറക്കുന്നു. ഒരു നോവലിനെ ആസ്പദമാക്കി 1980കളിലായി എടുക്കാൻ തീരുമാനിച്ച ഒരു സിനിമയുടെ കഥയാണിത്. കനേഡിയൻ എഴുത്തുകാരനായ മോർഡിക്കായ് റിക്ലർ 1963 പ്രസിദ്ധീകരിച്ച ആക്ഷേപഹാസ്യ നോവലായ ദി ഇൻകോംപറബിൾ അട്ടുക്കിനെ ആസ്പദമാക്കിയാണ് കഥ തയ്യാറാക്കിയത്. സ്റ്റിക്ക് യുവർ നെക്ക് ഔട്ട് എന്ന പേരിലാണ് അമേരിക്കയിൽ ഈ നോവൽ പ്രസിദ്ധീകരിച്ചത്. സിനിമയ്ക്ക് അട്ടുക്ക് എന്നായിരുന്നു പേരിട്ടിരുന്നത്. സിനിമയ്ക്കായി കഥ തയ്യാറാക്കിയപ്പോൾ നോവലിൽ നിന്ന് ചില മാറ്റങ്ങൾ വരുത്തിയിരുന്നു. 1971 നോർമൻ ജൂവിസൺ എന്ന കനേഡിയൻ സംവിധായകൻ നോവലിന്റെ ചലച്ചിത്ര ആവിഷ്കാരത്തിനുള്ള അവകാശം സ്വന്തമാക്കി. ജൂവിസന്റെ ജീസസ് ക്രൈസ്റ്റ് സൂപ്പർ സ്റ്റാറിന് ശേഷം അട്ടുക്കിലേക്ക് കാസ്റ്റിംഗ് ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ ഒരിക്കലും പൂർത്തീകരിക്കാൻ സാധിക്കാത്ത ഒരു സിനിമയ്ക്കാണ് താൻ തുടക്കം കുറിക്കുന്നത് എന്ന് അപ്പോഴും ജൂവിസൺ അറിയില്ലായിരുന്നു. പറഞ്ഞു വരുമ്പോൾ അട്ടുക്ക് ഒരു പ്രണയകഥയാണ്. സാമൂഹികമായി ഏറെ പ്രസക്തിയുള്ള ഒരു സന്ദേശവും കഥയിലൂടെ പറയുന്നുണ്ട്. പക്ഷെ 40 വർഷത്തിലേറെയായി തിരക്കഥ പൂർത്തിയായിട്ടെങ്കിലും അട്ടുക്കിന്റെ ചിത്രീകരണം തുടങ്ങാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അതിന് പിന്നിൽ ഇപ്പോഴും വ്യക്തത വരാത്തൊരു കാരണമുണ്ട്. തിരക്കഥ വായിച്ച് കേന്ദ്ര കഥാപാത്രമാകാൻ തയ്യാറെടുത്ത എല്ലാ നടന്മാരും നിഗൂഢ സാഹചര്യത്തിൽ മരണപ്പെട്ടു. ജോൺ ബെലൂഷി, സാം കിന്നിസൺ, ജോൺ കാൻഡി, ക്രിസ് ഫാർലി തുടങ്ങിയ നടന്മാർ അട്ടുക്ക് എന്ന കഥാപാത്രം ചെയ്യാൻ തയ്യാറെടുത്ത് വന്നവരായിരുന്നു. ജോൺ ബെലൂഷിയും ക്രിസ് ഫാർലിയും ഹെറോയിന്റെ അമിത അളവ് മൂലം 33-ാം വയസ്സിൽ മരിച്ചു. ജോൺ കാൻഡി ഹൃദയാഘാതത്തെ തുടർന്നും സാം കിന്നിസൺ റോഡ് അപകടത്തിൽപ്പെട്ടുമാണ് മരണപ്പെട്ടത്. സാം കിന്നിസൺ സിനിമയുടെ പ്രൊഡക്ഷൻ സമയത്ത് പല ബുദ്ധിമുട്ടും സെറ്റിൽ ഉണ്ടാക്കിയത് കാരണം ചിത്രീകരണം നിർത്തിവയ്ക്കേണ്ട അവസ്ഥ വന്നിരുന്നു. പക്ഷെ വീണ്ടും പല ചർച്ചകൾക്കും ശേഷം 1992 അയാൾ സെറ്റിൽ തിരിച്ചെത്തുകയും ചെയ്തു. എന്നാൽ അതേ വർഷമായിരുന്നു അദ്ദേഹം റോഡ് അപകടത്തിൽപ്പെട്ടത്. മരിക്കുന്നതിന് തൊട്ടു മുമ്പായി അയാൾ പറഞ്ഞ വാക്കുകൾ ഏവരെയും ആശ്ചര്യപ്പെടുത്തി. എനിക്ക് മരിക്കണ്ട, എന്തിനാണ് എൻ്റെ ജീവൻ എടുക്കുന്നത് എന്ന് ചോദിച്ച് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ശരി എന്ന് പറഞ്ഞ് അയാൾ ശാന്തനായി. കാണാമറയത്ത് ആരോ കൊടുത്ത ഉത്തരത്തിൽ സംതൃപ്തനായി അയാൾ കണ്ണടച്ചു. എന്നാൽ നടന്മാർക്ക് മാത്രമല്ല ഈ ദുരവസ്ഥ കൈവരിക്കേണ്ടി വന്നത്. സിനിമയിലെ മറ്റ് മേഖലകളിൽ പ്രവർത്തിക്കാനെത്തിയ മൈക്കൽ ഒ ഡോണഹ്യൂ, ഫിൽ ഹാർട്ട്മാൻ തുടങ്ങിയവർക്കും ഇതേ വിധി സ്വീകരിക്കേണ്ടി വന്നു. 1998 മെയ് 28 പുലർച്ചെ കൃത്യം 3 മണിക്ക് ഫിൽ ഹാർട്ട്മാനിന്റെ ഭാര്യ ബ്രിൻ അയാളെ വെടിവെച്ചു കൊല്ലുകയായിരുന്നു. അവർക്കിടയിൽ നിരന്തരം പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ ഭർത്താവിനെ എന്തിനു കൊന്നു എന്നറിയില്ല എന്നതായിരുന്നു ബ്രിന്നിന്റെ പ്രതികരണം. അതേ ദിവസം തന്നെ അവരും സ്വയം വെടിവെച്ചു മരിച്ചു. അങ്ങനെ സിനിമയുടെ തിരക്കഥ വായിച്ച ശേഷം ഏതാനും വർഷങ്ങൾക്കകം ഇവരെല്ലാവരും ഭൂമിയോട് വിട പറയുകയായിരുന്നു. അട്ടുക്ക് അങ്ങനെ ഒരു ശപിക്കപ്പെട്ട സിനിമയായി ചരിത്രത്തിൽ ഇടം പിടിച്ചു. എന്നാൽ തിരക്കഥാകൃത്തായ ടോഡ് കാരോൾ ഇത്തരം വാദങ്ങളെ തള്ളി സിനിമയ്ക്ക് ഈ പറയുന്ന പ്രശ്നമൊന്നും ഇല്ല എന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരുന്നു. കൂടാതെ വിൽ ഫെറൽ, ജാക്ക് ബ്ലാക്ക്, ജോൺ ഗുഡ്മാൻ, ജോഷ് മോസ്റ്റൽ തുടങ്ങിയ കലാകാർ സിനിമയുടെ ഭാഗമാകാൻ മുന്നോട്ട് വരികയും ചെയ്തു. എന്നിട്ടും സിനിമ ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല. അട്ടുക്കിന്റെ കഥാപാത്രം ചെയ്യാൻ ആഗ്രഹിച്ചെത്തിയ മറ്റൊരു നടൻ റോബിൻ വില്യംസിന്റെ ഉപദേശകനും സുഹൃത്തുമായ ജൊനാഥൻ വിന്റേഴ്സ് ആണ്.
87-ാം വയസ്സുവരെ അദ്ദേഹം ജീവിച്ചു. എന്നാൽ റോബിൻ വില്യംസിന്റെ മരണവും അഡൂക്കുമായി ബന്ധപ്പെടുത്തി സംസാരിക്കുന്നത് സിനിമയെ വീണ്ടും കുപ്രസിദ്ധമാക്കുന്നു.